this is what happens when you work to change things. And first they think you're crazy, then they fight you, and then all of a sudden you change the world. And അവൾ ഇപ്പോഴും ജയിലിലാണ്. അടുത്തെങ്ങും പുറത്തിറങ്ങില്ല. എന്നിട്ടും ലോകത്തിന് ഇപ്പോഴും അവളെ ഭയമാണ്. തൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത കരിസ്മയും വളഞ്ഞ ബുദ്ധിയും കൊണ്ട് ഈ ലോകത്തിൽ എലിസബത്ത് ഹോംസിന് ഇന്നും എന്തും സാധ്യം. പുതിയ വാർത്തകൾ ഈ ഭയത്തിന് അടിവരയിടുന്നു. രക്തരക്ഷസ് എന്ന് അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ വിശേഷിപ്പിച്ച എലിസബത്ത് ഹോംസ് പുതിയൊരു ബിസിനസ് സംരംഭവുമായി തിരിച്ചു വരികയാണ്. 7 വർഷം കൂടി കഴിഞ്ഞ് 2033 മാത്രമേ എലിസബത്ത് ജയിലിന് പുറത്തിറങ്ങൂ. എങ്കിലും അണിയറയിൽ അവൾക്ക് വേണ്ടി പുതിയ ബിസിനസ് ഉണ്ടാക്കാൻ വലിയൊരു വർക്ക് ഫോഴ്സ് തന്നെ തയ്യാറെടുക്കുന്നുണ്ട്. അവളുടെ പുതിയ കമ്പനി പ്രച്ഛന്നവേഷം ധരിച്ച് ഇനി നമുക്കിടയിലുണ്ടാകും. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ മനുഷ്യർക്ക് സമ്മാനിച്ച എലിസബത്ത് ഹോംസിന്റെ നഖക്ഷതങ്ങളുള്ള പുതിയ കമ്പനി. 3 ഭാഗങ്ങളിലായി എലിസബത്ത് ഹോംസിന്റെ തിരിച്ചുവരവിന്റെ കഥ പറയണം. ആദ്യം, ആരായിരുന്നു എലിസബത്ത് ഹോംസ് എന്നത്. രണ്ടാമതായി, അവൾ എന്താണ് നമ്മളോട് ചെയ്തത് എന്നത്. 3, അവൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നത്. അധികാരത്തിന്റെയും രാഷ്ട്രീയ അഭിലാഷങ്ങളുടെയും നഗരമായ വാഷിംഗ്ടൺ DC-യിൽ 1984 ഫെബ്രുവരി 3 എലിസബത്ത് ആൻ ഹോംസ് ജനിച്ചത്. വലിയൊരു കുടുംബ ലെഗസിയിലേക്കാണ് എലിസബത്ത് പിറന്നു വീണത്. പിതാവ് ക്രിസ്ത്യൻ ഹോംസ് 4-മൻ ആദ്യം അമേരിക്കൻ സർക്കാരിലും പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ എൻറോൺ കോർപ്പറേഷനിലും ജോലി ചെയ്തിരുന്നു. അമ്മ നോയൽ ഹോംസ് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ ചക്രം തിരിക്കുന്ന കോൺഗ്രഷണൽ സ്റ്റാഫറാണ്. സ്വാധീനം, നേതൃത്വം, പ്രസന്റേഷൻ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് എലിസബത്ത് വളർന്നത്. ആ വീട്ടിൽ ആശയങ്ങൾക്ക് വലിയ വിലയുണ്ടായിരുന്നു. അതുപോലെ ആ ആശയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനും. പ്രിവിലേജ്ഡായ ഈ ബാല്യകാലവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങളുമാണ് തുടക്കം മുതൽ അവളെ ഒന്നിനെയും കൂസാത്തവളാക്കിയത്. എലിസബത്തിന്റെ മാതാപിതാക്കൾ രാഷ്ട്രീയ സ്വാധീനത്തിന് മീതെ ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്നത് പണത്തെക്കുറിച്ചാണ്. അമേരിക്കയിൽ പണമില്ലെങ്കിൽ നിങ്ങളൊരു സോംബി മാത്രമാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് തട്ടിപ്പറിക്കാനാണ് അമേരിക്കൻ ജനാധിപത്യം പഠിപ്പിക്കുന്നത്. വലുതാകുമ്പോൾ ആരാകണമെന്നല്ല അമേരിക്കയിലെ കുട്ടികൾ ചോദിക്കേണ്ടത്. പകരം എനിക്ക് എങ്ങനെ ലോകത്തെ മാറ്റാൻ കഴിയുമെന്നായിരിക്കണം. അങ്ങനെ മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കണ്ടെത്താനും വെട്ടിപ്പിടിക്കാനും എലിസബത്ത് വയസ്സറിയിക്കും മുമ്പേ അച്ഛനും അമ്മയും പഠിപ്പിച്ചു. ടെക്സസിലെ ഹൂസ്റ്റണിലാണ് എലിസബത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലം. സിലിക്കൺ വാലി പോലെ സ്റ്റാർട്ടപ്പ് കൾച്ചറോ ഗ്ലാമറോ ഉള്ള ഇടമല്ല ഹൂസ്റ്റൺ. എന്നാലും എഞ്ചിനീയറിംഗിലും മെഡിസിനിലും വലിയ നിക്ഷേപങ്ങൾ എത്തിയിരുന്നു. വലിയ കുടുംബങ്ങളിലെ കുട്ടികൾ മത്സര ബുദ്ധിയോടെ പഠിക്കുന്ന ഹൂസ്റ്റണിലെ സെന്റ് ജോൺസ് സ്കൂളിൽ സർവൈവ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അവിടെ മികച്ചവളായിരിക്കുക എന്നത് ചോയ്സ് അല്ല, അനിവാര്യതയാണ്. വാഷിംഗ്ടൺ DC-യിലെ ആഭിജാത കുടുംബത്തിൽ നിന്നുള്ള എലിസബത്ത് പ്രതീക്ഷകൾക്കൊപ്പം എത്തുക മാത്രമല്ല, അവയെ മറികടക്കുകയും ചെയ്തു. വളരെ ഫോക്കസ്ഡായ ഗൗരവക്കാരിയായ കുട്ടിയായാണ് അധ്യാപകർ ഹോംസിനെ വിശേഷിപ്പിച്ചത്. മറ്റുള്ളവർ പഠനവും പാർട്ടി വൈബും ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ എലിസബത്ത് നേട്ടങ്ങൾക്കായി മാത്രം പരിശ്രമിച്ചു. അധ്യാപകർ ഹോംസിന് അധിക ശ്രദ്ധ നൽകിയതോടെ കൗമാരപ്രായത്തിൽ 2 മേഖലകളിലേക്ക് അവളുടെ ലോകം ചുരുങ്ങി: മെഡിസിനും ടെക്നോളജിയും. മനുഷ്യ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവൾക്ക് വലിയ കൗതുകമുണ്ട്. അതുപോലെ അത് മെച്ചപ്പെടുത്താനുള്ള ടെക്നോളജിയുടെ കഴിവിനെക്കുറിച്ചും അവൾക്ക് ബോധ്യം വന്നു. അമേരിക്കൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ പോരായ്മകൾ എലിസബത്ത് ശ്രദ്ധിച്ചു തുടങ്ങി. അമേരിക്കയിൽ രോഗനിർണയം സാവധാനത്തിലാണ് നടക്കുന്നത്. ഡയഗ്നോസ്റ്റിക്സ് ചെലവേറിയതാണ്. ഒരു രക്തപരിശോധന പോലും ദിവസങ്ങൾ നീളുന്ന പ്രക്രിയ. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ഭാവിയെക്കുറിച്ച് ഹോംസ് ചിന്തിച്ചു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് തുടങ്ങേണ്ടത് കൗമാരകാലത്ത് തന്നെയാവണമെന്ന് തീരുമാനിച്ചിരുന്ന എലിസബത്ത് കാര്യങ്ങൾ പഠിക്കാൻ വലിയ ഉത്സാഹം കാട്ടി. എലിസബത്ത് ശാസ്ത്രത്തിൽ മാത്രമല്ല, കരിസ്മയുള്ള വ്യക്തികളിലും ആകൃഷ്ടയാണ്. അതിൽ തന്നെ ഐക്കണിക് ഇന്നോവേറ്റേഴ്സിനെ അവൾ അതിരറ്റ് ആരാധിച്ചിരുന്നു. സ്റ്റീവ് ജോബ്സിനേക്കാൾ മികച്ചൊരു മനുഷ്യൻ ഭൂമിയിലില്ലെന്ന് എലിസബത്ത് വിശ്വസിച്ചു. സ്റ്റീവ് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെക്കാൾ അത് അദ്ദേഹം എങ്ങനെ നിർമ്മിച്ചു എന്നതായിരുന്നു അവളെ ആകർഷിച്ചത്. സ്റ്റീവ് ജോബ്സ് വെറുതെ ഐഫോണും ഐപോഡും സൃഷ്ടിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ഒരു നരേറ്റീവ് സൃഷ്ടിച്ചു. എന്നും ഒരേ കറുത്ത ടർട്ടിൽ നെക്ക് ധരിച്ച് ഉറപ്പോടെ സംസാരിച്ചു. താൻ സ്വപ്നം കാണുന്ന ഭാവി യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അതിൽ വിശ്വസിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു. എലിസബത്തിനെ അതാണ് ഏറ്റവും പ്രചോദിപ്പിച്ചത്. ലോകം മാറുന്നത് വെറും കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് ഉറച്ച ബോധ്യത്തോടെ അവതരിപ്പിക്കുന്നത് കൊണ്ടുകൂടിയാണെന്ന് അവൾ മനസ്സിലാക്കി. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പഠനയാത്രയുടെ ഭാഗമായി എലിസബത്ത് ഹോംസ് ചൈനയിലേക്ക് പോയി. അവിടെ വെച്ച് ചൈനീസ് ഭാഷയായ മാൻഡാരിൻ പഠിച്ചു. ഇത് യാദൃശ്ചികമല്ല, ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് അവൾക്കുണ്ടായിരുന്നതിൻ്റെ തെളിവാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പ്രവർത്തിക്കാനും അംഗീകരിക്കപ്പെടാനും കഴിയുന്ന ഒരാളായി മാറാനാണ് അവൾ ആഗ്രഹിച്ചത്.
ഹൈസ്കൂൾ പഠനം അവസാനിക്കുമ്പോഴേക്കും എലിസബത്ത് ഹോംസിന് താൻ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളിൽ കുറെ കൂടെ വ്യക്തത വന്നിരുന്നു. 2002 18 വയസ്സുകാരിയായ എലിസബത്ത് ഹോംസ് ലോകത്തിന്റെ ഇന്നൊവേഷൻ ക്യാപിറ്റലായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. അത് അവളുടെ സ്വപ്നമായിരുന്നു. വാഷിംഗ്ടൺ DC-യിലെ ക്രിസ്റ്റ്യൻ ഹോംസിന്റെ മകൾക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പിടിക്കാവുന്ന സ്വപ്നം. ലോകത്തിലെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് അന്നും ഇന്നും സ്റ്റാൻഫോർഡ്. വെറുതെ ബിരുദമെടുക്കുക എന്നതിന് പകരം എന്തെങ്കിലും വേറിട്ടത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചെത്തുന്ന മിടുക്കന്മാരുടെ ക്യാമ്പസ്. ഗൂഗിൾ യാഥാർത്ഥ്യമാക്കിയ ലാരി പേജ്, സെർജി ബ്രിൻ, യാഹൂ സൃഷ്ടിച്ച ജെറി യാങ്, ഡേവിഡ് ഫിലോ, നെറ്റ്ഫ്ലിക്സിന്റെ തലച്ചോറായ റീഡ് ഹേസ്റ്റിംഗ്സ്, സൺ മൈക്രോ സിസ്റ്റംസിന്റെ ഫൗണ്ടറായ വിനോദ് ഗോസ്ലെ, സെമി കണ്ടക്ടർ ഇതിഹാസമായ ആൻഡി ബിഷോർഷിം, നെറ്റ്സ്കേപ്പ് സ്ഥാപകൻ മാർക്ക് ആൻഡേഴ്സൺ, ഇൻവെസ്റ്ററായ ജോൺ ഡൂയർ തുടങ്ങി സ്റ്റാൻഫോർഡിന്റെ പ്രൊഡക്റ്റുകൾ എണ്ണിയാൽ തീരില്ല. ക്യാമ്പസിൽ എത്തിയപ്പോൾ മുതൽ വ്യത്യസ്തയായിരിക്കാനാണ് എലിസബത്ത് ശ്രദ്ധിച്ചത്. സ്റ്റാൻഫോർഡിൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ അതിന് മാത്രമുള്ള ആഴം വേണമെന്ന് അവൾക്കറിയാം. ആവേശത്തിലപ്പുറം ആഴത്തിലുള്ള അറിവ് അവൾക്കുണ്ടായിരുന്നില്ലെങ്കിലും തീവ്രമായ ഏകാഗ്രതയും അവസാനിക്കാത്ത അഭിലാഷവും വിറയ്ക്കാത്ത ആത്മവിശ്വാസവും അവളുടെ മുതൽക്കൂട്ടാണ്. കൗമാരപ്രായത്തിൽ തന്നെ ശതകോടികൾ മൂല്യമുള്ള കമ്പനികൾ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് അവൾ സംസാരിക്കുമായിരുന്നു. തമാശയോ ഹൈപ്പോത്തറ്റിക്കലോ അല്ല, വളരെ ഗൗരവമായി തന്നെ. സ്റ്റാൻഫോർഡിൽ വെച്ചാണ് എലിസബത്ത് ഹോംസ് തൻ്റെ ആദ്യത്തെ മെൻറ്ററായ ചാനിങ് റോബർട്ട്സണിനെ കണ്ടെത്തുന്നത്. അദ്ദേഹം അവിടെ പ്രൊഫസറായിരുന്നു, ലോകം ആദരിക്കുന്ന എഞ്ചിനീയർ, സിലിക്കൺ വാലിയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി, ധീരമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നയാളും. അദ്ദേഹം എലിസബത്തിനോട് ദീർഘമായി സംസാരിച്ചു. സൂത്രവാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന വെറുമൊരു വിദ്യാർത്ഥിനിയല്ല അവളെന്ന് അദ്ദേഹത്തിന് തുടക്കത്തിലെ മനസ്സിലായി. അവൾ ചാനിങ് റോബർട്ട്സിനോട് ചോദിച്ച ചോദ്യങ്ങൾ വലുതായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഹെൽത്ത് കെയർ സിസ്റ്റം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയാത്തത്? രക്തപരിശോധനയ്ക്ക് ഒരു രോഗിയിൽ നിന്നും ഇത്രയധികം രക്തം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് കൂടുതൽ ലളിതമാക്കാൻ കഴിയാത്തത്? റോബർട്ട്സൺ അവളെ അവഗണിച്ചില്ല. തൻ്റെ ചില സർക്കിളുകളിലേക്ക് അവളെ പരിചയപ്പെടുത്തി. ഹോംസ് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ അവരോടും നിർദ്ദേശിച്ചു. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്റ്റെം മേഖലയിലുള്ളവർക്ക്, ഒരാൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നത് വലിയൊരു മാറ്റമാണ്. അവൾ തൻ്റെ ആശയത്തിന് ഊടും പാവും ഉണ്ടാക്കി. രക്തപരിശോധനയാണ് രോഗനിർണയങ്ങളിലെ പ്രധാന പരിശോധന. അത് വേഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ തന്നെ മെല്ലെപ്പോക്കിന് പരിഹാരമാകും. പരിശോധിക്കുന്ന ഡോക്ടർക്ക് തന്നെ രോഗിയുടെ ഒരു തുള്ളി രക്തമെടുത്ത് ഒരു ഉപകരണത്തിൽ വെച്ച് പരിശോധന നടത്തി 30 സെക്കൻഡിനുള്ളിൽ റിസൾട്ട് പ്രിന്റ് ചെയ്തു വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് എലിസബത്ത് ഹോംസ് കണ്ട സ്വപ്നം. 30 സെക്കൻഡിൽ രക്തപരിശോധന നടത്തി റിസൾട്ട് നൽകുന്ന യന്ത്രം, അതും ഒരു തുള്ളി രക്തം മാത്രമെടുത്ത്. അങ്ങനെ വെറും 19-ാം വയസ്സിൽ എലിസബത്ത് ഹോംസ് തൻ്റെ ഈ ആശയത്തിന് ആദ്യത്തെ ഇന്റലക്ച്വൽ പേറ്റന്റ് ഫയൽ ചെയ്തു. സ്റ്റാൻഫോർഡിലെ മറ്റു വിദ്യാർത്ഥികൾ കോളേജ് ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരുന്ന സമയത്ത് അവൾ ഒരു ഇൻവെന്ററെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഒരു സംരംഭകയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങി. ഫ്യൂച്ചർ ഫൗണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. അന്നും ആശയം മാത്രമേ എലിസബത്തിനുള്ളൂ. ഈ യന്ത്രം എങ്ങനെ ഉണ്ടാക്കണമെന്നതിൻ്റെ ഒരു രൂപവും അവൾക്കില്ല. അമേരിക്കയിലെന്നല്ല, ലോകത്തിലെ ഒരുമാതിരപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഒരു സൂത്രവാക്യമുണ്ട്: ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. അതായത്, ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതുണ്ടാക്കിയതായി അഭിനയിക്കുക, കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക, ഒപ്പം പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടരുക, അവസാനം അതുണ്ടാക്കുക. അതാണ് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. സ്റ്റീവ് ജോബ്സ് പോലും ഇത് ചെയ്തിട്ടുണ്ട്. എലിസബത്ത് ഹോംസിനും ഇത് തനിക്കിണങ്ങുന്ന രീതിയായി തോന്നി. തൻ്റെ മെൻറ്റർ ചാനിങ് റോബർട്ട്സൺ പരിചയപ്പെടുത്തി തന്ന സിലിക്കൺ വാലി ബുദ്ധിജീവികളുടെ മുന്നിൽ അവൾ അത്തരമൊരു യന്ത്രത്തിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് കഴിഞ്ഞവളായിട്ടാണ് സ്വയം അവതരിപ്പിച്ചത്. അതിനായി ഇൻ്റർനെറ്റിലൂടെയും സ്റ്റാൻഫോർഡ് ലൈബ്രറിയിൽ നിന്നും കുറേ ടെക്നിക്കൽ വേർഡുകളും മനഃപ്പാഠമാക്കി. അവൾ തനിക്കായി ഒരു നരേറ്റീവ് മെനയുന്നത് ആരംഭിക്കുകയായിരുന്നു. അവൾ സ്വയം വിശേഷിപ്പിച്ചത് ലോകത്തിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റം മാറ്റിമറിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നാണ്. ഇത്തരം സ്റ്റോറികൾക്ക് ഇന്നൊവേഷൻ വേൾഡിൽ വലിയ പ്രാധാന്യമുണ്ട്. ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. നല്ല ബുദ്ധിയുള്ള ചാനിങ് റോബർട്ട്സണിന് ഇതത്ര പിടിച്ചില്ല എന്നതാണ് സത്യം. ഇവൾ ഇതെവിടേക്കാണ് കയറിപ്പോകുന്നതെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. റിയൽ വേൾഡ് ഡാറ്റ ആൻഡ് എക്സ്പീരിയൻസ്, അതില്ലാതെ മറ്റെവിടെയും ഇതേക്കുറിച്ച് സംസാരിക്കരുതെന്ന് ചാനിങ് അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ഒരു ഇന്റേൺഷിപ്പിനായി എലിസബത്തിനെ സിംഗപ്പൂരിലേക്ക് അയച്ചു. അവിടെ അക്കാലത്ത് സാഴ്സ് വൈറസ് പടർന്നു പിടിച്ച സമയമാണ്. ലോകം കൊറോണ വൈറസ് ഭീതി പോലെ മറ്റൊന്നിൻ്റെ എഡ്ജിൽ ജീവിക്കുന്ന കാലം. സിംഗപ്പൂരിലെ ഒരു സർക്കാർ ലബോറട്ടറിയിൽ സാഴ്സ് വൈറസ് ബാധിതരുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കുന്ന ജോലിയാണ് എലിസബത്തിനെ ഏൽപ്പിച്ചത്. അതാണ് ചാനിങ് റോബർട്ട്സൺ പറഞ്ഞ റിയൽ വേൾഡ് ഡാറ്റ. യഥാർത്ഥ രോഗികൾ, യഥാർത്ഥ ഭയം, യഥാർത്ഥ ഡിമാൻഡ്. രക്തപരിശോധന പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എലിസബത്ത് നേരിട്ട് കണ്ടു. അതിന് വലിയ സൂചികൾ വേണം. കുപ്പികൾ നിറയെ രക്തമെടുക്കും. സങ്കീർണമായ വില കൂടിയ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫലം ലഭിക്കാൻ വലിയ കാലതാമസമെടുക്കും. അതിലെ വേദനയും അവൾ കണ്ടു. ശാരീരികമായും മാനസികമായുമുള്ള വേദന.
തനിക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നറിയാതെയുള്ള രോഗിയുടെ കാത്തിരിപ്പ്, ഡോക്ടർമാരുടെ അനിശ്ചിതത്വം. ഞാൻ ഒരു തുള്ളി രക്തം മാത്രമെടുത്ത് 1 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു യന്ത്രം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് സിംഗപ്പൂരിലെ ലാബിലും എലിസബത്ത് പ്രഖ്യാപിച്ചു. ആ ലാബിൽ വെച്ച് അവൾ തൻ്റെ സ്വപ്നത്തിന് പേരും നൽകി. തെറാനോസ്. തെറാപ്പി, ഡയഗ്നോസിസ് എന്നീ 2 വാക്കുകൾ ചേർത്ത പേര്. സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഹോംസ് ആളാകെ മാറി. അവളുടെ സംഭാഷണ രീതി പോലും മാറി. പുരുഷന്മാരുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള മുഴങ്ങുന്ന ശബ്ദം ലഭിക്കാൻ എലിസബത്ത് ഹോംസ് ഇക്കാലത്ത് ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെന്നും പിന്നീട് വെളിവായിട്ടുണ്ട്. In our case, those were people who I had the privilege of getting to know and in many cases working with for in some cases a couple of years before we asked them to join the board, and that was really important to us. അവൾ ഇന്നവേറ്റർമാരെ പോലെ, അതായത് അവളുടെ മാതൃകാ പുരുഷനായ സ്റ്റീവിനെ പോലെ ശാന്തമായി പെരുമാറാൻ ശീലിച്ചു. തുളച്ചു കയറുന്ന നോട്ടം തൻ്റെ മാനറിസമാക്കി. ഇങ്ങനെയാണ് എലിസബത്ത് എന്ന 20 വയസ്സുകാരി തന്നെ ഒരു ബ്രാൻഡാക്കുന്നതിന് തുടക്കമിട്ടത്. കുറച്ച് സമയമായി തോന്നുന്നതാണ്. ഞാനൊരു മെയിൽ ഷോവനിസ്റ്റിനെ പോലെ സംസാരിക്കുന്നുണ്ടോ? ക്ഷമിക്കണം, എലിസബത്തിനെ കുറിച്ചായതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടി വന്നത്. നമുക്ക് സത്യസന്ധമായി ചിന്തിക്കാം. എലിസബത്ത് ഹോംസ് ഒരു സങ്കീർണ വ്യക്തിത്വമാണ്. മിക്ക സ്ത്രീകൾക്കും അവളുടെ ആദ്യകാല കഥ ഇൻസ്പയറിംഗ് ആണ്, റിലേറ്റബിൾ ആണ്, എംപവറിംഗ് ആണ്. പുരുഷാധിപത്യമുള്ള ഒരു മേഖലയിൽ ഒരു യുവതി വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ആലോചിക്കുന്നു. ഇതൊന്നും ആരും കുറച്ച് കാണുന്നില്ല. പക്ഷെ ചില ചോദ്യങ്ങളുണ്ട്. ദർ ഇസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ കോൺഫിഡൻസ് ആൻഡ് ഓവർ കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിനും ആത്മവഞ്ചനയ്ക്കുമിടയ്ക്ക് കൃത്യമായ നിയന്ത്രണ രേഖയുണ്ട്. ചിലപ്പോൾ ആഗ്രഹങ്ങൾ അവനവനോടുള്ള ഡിസെപ്ഷനായി മാറാം. ഇതെല്ലാം മനസ്സിൽ വെച്ച് വേണം ഇനി ഈ കഥ കേൾക്കുന്നത് തുടരാൻ. 19-ാം വയസ്സിൽ അവൾ പഠനം നിർത്തി. ചെറുപ്പകാലം മുതൽ സ്വപ്നം കണ്ട സ്റ്റാൻഫോർഡിൽ നിന്ന് എലിസബത്ത് ഹോംസ് ഇറങ്ങിപ്പോന്നു. ബിരുദമില്ല, വ്യക്തമായ ബാക്കപ്പ് പ്ലാൻ ഇല്ല, ദൃഢനിശ്ചയം മാത്രമുണ്ട്. അഥവാ അതുണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി എലിസബത്ത് സ്വപ്നം കണ്ട ടെക്നോളജിയിലേക്ക് വരാം. സാധാരണ ക്ലിനിക്കൽ പ്രാക്ടീസിൽ രക്തപരിശോധന പ്രധാനമായും ആശ്രയിക്കുന്നത് വെനിപങ്ക്ചറിനെയാണ്. ഇതിൽ സൂചി കൊണ്ട് വെയിനിൽ നിന്ന് ഏതാനും മില്ലി ലിറ്റർ രക്തം ശേഖരിക്കും. ഈ സാമ്പിൾ ഒന്നിലധികം ട്യൂബുകളിലായിട്ടാണ് എടുക്കാറുള്ളത്. ഓരോ ടെസ്റ്റിനും അഥവാ അസേയ്ക്കും ആവശ്യമായ അളവനുസരിച്ച് ഇവയിൽ പ്രത്യേക ആൻറ്റികോയാഗുലൻസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാകും. പിന്നീട് ഈ സാമ്പിളുകൾ വലിയ ഓട്ടോമേറ്റഡ് അനലൈസേഴ്സ് സജ്ജീകരിച്ചിട്ടുള്ള സെൻട്രലൈസ്ഡ് ലബോറട്ടറികളിലെ മെഷീനുകളിലേക്ക് കൊണ്ടുപോകും. ഈ അനലൈസറുകൾ ഓരോന്നും ഓരോ ജോലി ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇമ്മ്യൂണോഅസേ പ്ലാറ്റ്ഫോംസ്, ഹിമറ്റോളജി കൗണ്ടേഴ്സ്, സ്പെക്ട്രോഫോട്ടോമെട്രിക് സിസ്റ്റം എന്നിവ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസൈസ്, ഇലക്ട്രോലൈറ്റ് പാനൽസ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നിങ്ങനെ പല മെഷർമെൻറ്റുകൾ ഈ മെഷീനുകൾ എടുക്കും. രക്തത്തിൽ നിന്ന് പ്ലാസ്മ അല്ലെങ്കിൽ സിറം വേർതിരിക്കുന്നതിനുള്ള സെൻട്രിഫിക്കേഷൻ, റിയേജൻ്റ് മിക്സിംഗ്, ഇൻക്യുബേഷൻ, കൂടാതെ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ ഡിറ്റക്ഷൻ തുടങ്ങിയ ഘട്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രവർത്തന രീതി വളരെ കൃത്യവും അംഗീകരിക്കപ്പെട്ടതുമാണെങ്കിലും മിക്ക രോഗാവസ്ഥകളിലും ഇതിന് ഏതാനും മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ ആവശ്യമാണ്. വിദഗ്ധരായ ജീവനക്കാരും വലിയ ലാബ് അടിസ്ഥാന സൗകര്യങ്ങളും വേണം. ഈ പരിമിതിയാണ് എലിസബത്ത് ഹോംസിന്റെ തെറാനോസ് സിസ്റ്റം മറികടക്കാൻ ഉദ്ദേശിച്ചത്. അവർ തങ്ങളുടെ തെറാനോസ് മോഡൽ പ്രസന്റേഷന് എഡിസൺ ഡിവൈസ് കൺസെപ്റ്റ് എന്ന് പേരിട്ടു. ഹോംസ് തന്റെ സിസ്റ്റത്തെ ഒരു ഇൻ്റഗ്രേറ്റഡ് ലാബ് ഓൺ എ ചിപ്പ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് വിവരിച്ചത്. സിരകളിൽ നിന്ന് രക്തമെടുക്കുന്നതിന് പകരം ഫിംഗർ പ്രിക്ക് മെത്തേഡ് വഴി ഏതാനും മൈക്രോ ലിറ്റർ കാപ്പിലറി ബ്ലഡ് മാത്രം നാനോ ടൈനർ എന്ന് വിളിക്കുന്ന ചെറിയ പാത്രത്തിൽ ശേഖരിക്കുന്നു. ഈ സാമ്പിൾ പിന്നീട് എഡിസൺ മെഷീനിൽ നിക്ഷേപിക്കുന്നു. സാങ്കേതികമായി എഡിസൺ മെഷീൻ മൾട്ടിപ്ലക്സ്ഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഒരു ചെറിയ സാമ്പിളിൽ നിന്ന് തന്നെ ഒരേ സമയം 100 കണക്കിന് ടെസ്റ്റുകൾ അഥവാ അസേസ് ചെയ്യാൻ ഇതിന് സാധിക്കുമെന്ന് എലിസബത്ത് അവകാശപ്പെട്ടു. സൂക്ഷ്മമായ അളവിലെടുക്കുന്ന രക്തത്തെ വിവിധ പരിശോധനാ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകാൻ ഹോംസിന്റെ മെഷീൻ മൈക്രോഫ്ലൂയിഡ്സ് ഉപയോഗിക്കും. സാധാരണ ലാബ് ഉപകരണങ്ങൾ ചെയ്യുന്ന സാമ്പിൾ വേർതിരിക്കൽ, റിയേജന്റ് പ്രവർത്തനം, ഇൻക്യുബേഷൻ, ഡിറ്റക്ഷൻ എന്നിവയെല്ലാം ഈ മെഷീനുള്ളിൽ ഓട്ടോമാറ്റിക്കായി നടക്കും. ഫോട്ടോമെട്രിക്, ഇലക്ട്രോകെമിക്കൽ, ബയോകെമിക്കൽ സെൻസിംഗ് ടെക്നോളജികളുടെ സംയോജനമായാണ് ഇതിലെ ഡിറ്റക്ഷൻ രീതികളെ വിവരിച്ചത്. ഇവയെല്ലാം ഒരു ചെറിയ രൂപത്തിലേക്ക് മാറ്റുക വഴി വലിയ അനലൈസറുകളുടെ ആവശ്യം ഒഴിവാക്കാൻ തെറാനോസ് ലക്ഷ്യമിട്ടു. ഈ സിസ്റ്റം ഡിജിറ്റലായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ വളരെ വേഗത്തിലുള്ള ഡാറ്റ പ്രോസസ്സിംഗും തത്സമയ ഫലങ്ങളും ലഭ്യമാക്കാൻ സാധിക്കുമായിരുന്നു. തൻ്റെ മെഷീനിൽ ഹോംസ് പ്രധാനമായും 3 സാങ്കേതിക വ്യത്യാസങ്ങളാണ് എടുത്തു പറഞ്ഞത്. സാധാരണ സംവിധാനങ്ങൾക്ക് മില്ലി ലിറ്റർ കണക്കിന് രക്തം വേണം. എന്നാൽ തെറാനോസ് മൈക്രോ ലിറ്റർ രക്തത്തിൽ പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെട്ടു. സാധാരണ ഡയഗ്നോസ്റ്റിക്സിന് പലതരം സ്പെഷ്യലൈസ്ഡ് മെഷീനുകൾ വേണം. എന്നാൽ എഡിസൺ എല്ലാ പരിശോധനകളും ഒരൊറ്റ ഉപകരണത്തിൽ ഒതുക്കാൻ ലക്ഷ്യമിട്ടു. സാധാരണ ടെസ്റ്റുകൾക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുമ്പോൾ ഫാർമസികളിൽ വെച്ച് പോലും മിനിറ്റുകൾക്കുള്ളിൽ ഫലം നൽകുമെന്ന് തെറാനോസ് വാഗ്ദാനം ചെയ്തു.
ഇലക്ട്രോ കെമിസ്ട്രിയിലെയും ബയോകെമിസ്ട്രിയിലെയും ബേസിക്സ് എങ്കിലും അറിയാവുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇത് ഫേക്ക് കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതേക്കുറിച്ച് 10 പൈസ വിവരമില്ലാത്ത ഇൻവെസ്റ്റർമാരുടെ മുന്നിലാണ് ഹോംസ് ആശയങ്ങൾ അവതരിപ്പിച്ചത്. ആ ആശയം യഥാർത്ഥമാണെന്ന് അവൾ ആളുകളെ വിശ്വസിപ്പിച്ചു. സിലിക്കൺ വാലിയിലെ ലേഡി സ്റ്റീവ് ജോബ്സ് എന്ന് എലിസബത്ത് ഹോംസിനെ ആദ്യം വിളിക്കാൻ തുടങ്ങിയതും ഇതേ നിക്ഷേപകരാണ്. അവൾ സ്റ്റീവിനെ പോലെ ബ്ലാക്ക് ടേർട്ടിൽ നെക്ക് ധരിക്കാൻ തുടങ്ങി. ശക്തരായ പുരുഷന്മാർ നിറഞ്ഞ മുറികളിലേക്ക് അവൾ നടന്നു കയറി. ഇൻവെസ്റ്റർമാർ, എക്സിക്യൂട്ടീവുകൾ, അവളുടെ ഇരട്ടി പ്രായമുള്ളവർ, പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ളവർ, 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നത് കണ്ടവർ. ഒരു വിദ്യാർത്ഥിയെ പോലെയല്ല ഹോംസ് പിച്ച് ചെയ്തത്. സർജറി ചെയ്ത് മുഴക്കം വരുത്തിയ തൻ്റെ ശബ്ദവും കരിസ്മയും കൊണ്ട് എലിസബത്ത് വിസ്മയിപ്പിച്ചു. വിജയിച്ചു കഴിഞ്ഞ ഒരു സിഇഒയെ പോലെ ഹിപ്നോട്ടൈസ് ചെയ്താണ് അവൾ സംസാരിച്ചിരുന്നത്. തെറാനോസിന് ധാരാളം പണം വേണം, ലാബുകൾ ആരംഭിക്കണം, ഹയറിംഗ് നടത്തണം, ലൈസൻസിംഗ് നൂലാമാലകൾ തീർക്കണം. എലിസബത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നല്ല തുടങ്ങിയത്. അവളുടെ കുടുംബത്തിന് ബിസിനസ്സിലും ഗവൺമെൻറ്റിലും എലൈറ്റ് സൊസൈറ്റിയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവളത് ഉപയോഗിച്ചു. അവളുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണ് ആദ്യഘട്ടത്തിൽ എലിസബത്തിനെ വിശ്വസിച്ചത്. ആദ്യകാല നിക്ഷേപകരും അവരായിരുന്നു. ഏതാണ്ട് $1 മില്യൺ. പിതാവ് അവൾക്ക് കൃത്യമായൊരു ഉപദേശം കൂടി നൽകി. കമ്പനിയിലേക്ക് പണം വരണമെങ്കിൽ ഡയറക്ടർ ബോർഡിൽ തലപ്പൊക്കമുള്ള കുറച്ച് പേരുകൾ വേണം. അതിന് പ്രമുഖരായ ഇന്നോവേറ്റർമാരോ മെഡിക്കൽ എക്സ്പേർട്സോ വേണ്ട. പകരം ഒരു പൊളിറ്റിക്കൽ ഹാൾ ഓഫ് ഫെയിം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ബോർഡാണ് ആവശ്യം. ബഹുമാനം പിടിച്ചു പറ്റുന്ന പേരുകൾ. എലിസബത്ത് അതനുസരിച്ചു. തൻ്റെ കമ്പനിയിലേക്ക് കരുത്തരായ ഹെൻറി കിസിഞ്ചറിനെയും ജോർജ് ഷൂൾസിനെയും അവൾ കൊണ്ടുവന്നു. അമേരിക്കയുടെ രാഷ്ട്രീയ ചക്രം നിയന്ത്രിച്ചിരുന്ന 2 പേർ, പ്രസിഡന്റുമാരുടെ തലയ്ക്ക് മുകളിലിരുന്ന് ഭരിച്ചവർ. അവർക്ക് ബ്ലഡ് ഡയഗ്നോസ്റ്റിക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതാണ് ഹോംസിന് ആദ്യഘട്ടത്തിൽ വേണ്ടിയിരുന്നതും. തലയ്ക്ക് വെളിവുള്ളവരുണ്ടായിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും, അത് ഒഴിവാക്കണമായിരുന്നു. ഇത്രയും കരുത്തരായ കിസിഞ്ചറും ജോർജ് ഷൂൾസും വിശ്വസിക്കുന്ന കമ്പനിയിലേക്ക് പണം ഒഴുകാതിരിക്കില്ലല്ലോ. ഒഴുകി. 1-2 100 കണക്കിന് $1 മില്യൺ. തൻ്റെ തെറാനോസ് എഡിസൺ കൺസെപ്റ്റ് മെഷീൻ വികസിപ്പിക്കാൻ എലിസബത്ത് ഹോംസ് ലാബ് തുടങ്ങി. ഡെമോൺസ്ട്രേഷൻസ് എല്ലാം നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. വിവരങ്ങൾ പരിമിതപ്പെടുത്തി. ജീവനക്കാരെ രഹസ്യ ടീമുകളായി തിരിച്ചു. ആപ്പിളിൽ സ്റ്റീവ് ജോബ്സിൻ്റെ അതേ ശൈലി. എലിസബത്തിൻ്റെ ലാബിൽ നിന്ന് ഒന്നും പുറത്തുപോയില്ല. 3 വർഷം ആ ലാബിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ദൈവത്തിനറിയാം എന്നാണ് അമേരിക്കൻ കോടതികൾ പിന്നീട് അഭിപ്രായപ്പെട്ടത്. മെഡിക്കൽ എക്സ്പെർട്ടുകളെയും ഹാർഡ്വെയർ വിദഗ്ധരെയും എല്ലാം വലിയ ശമ്പളത്തിൽ നിയമിച്ചിരുന്നെങ്കിലും തെറാനസിൻ്റെ മെഷീൻ ഉണ്ടാക്കാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആർക്കും രൂപമുണ്ടായിരുന്നില്ല. അപ്പോഴും എലിസബത്ത് ഹോംസ് ഓടി നടന്ന് മൂലധനം ശേഖരിച്ചു. ഇക്കാലത്ത് തനിക്കൊത്തൊരു പങ്കാളിയെ എലിസബത്ത് ഹോംസ് സിലിക്കൺ വാലിയിൽ കണ്ടെത്തിയിരുന്നു. 2001 തുടക്കത്തിലാണ് സണ്ണി രമേശ് ബൽവാനി എന്ന ഇന്ത്യൻ വംശജനായ സിലിക്കൺ വാലി ഫൗണ്ടർ എലിസബത്ത് ഹോംസിനെ പരിചയപ്പെടുന്നത്. ഇരുവരും പിന്നീട് പ്രണയത്തിലായി. .com ബൂമിൻ്റെ കാലത്ത് നല്ലപോലെ സമ്പാദിച്ച സംരംഭകനായിരുന്നു സണ്ണി ബൽവാനി. ബയോമെഡിക്കൽ സയൻസിലോ ഡയഗ്നോസ്റ്റിക്സിലോ ഒരു മുൻപരിചയവും ഇല്ലാതിരുന്നിട്ടും 2009 അദ്ദേഹം പ്രസിഡന്റ്, COO പദവികളിൽ തെറാനോസിൽ ചേർന്നു. ബൽവാനി കർക്കശക്കാരനായ എക്സിക്യൂട്ടീവ് ആയിരുന്നു. കമ്പനിക്കുള്ളിൽ കടുത്ത രഹസ്യാത്മകത അദ്ദേഹം നടപ്പാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം കമ്പാർട്ട്മെന്റലൈസ് ചെയ്തതിനാൽ എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും തങ്ങൾ ജോലി ചെയ്യുന്ന വലിയ സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചിരുന്നില്ല. ഡയഗ്നോസ്റ്റിക്സിൽ സാങ്കേതിക വൈദഗ്ധ്യമില്ലാതിരുന്നിട്ടും തെറാനോസ് എഡിസൺ മെഷീൻ്റെ ഡെവലപ്മെന്റിൽ ബൽവാനി സജീവമായി ഇടപെട്ടു. സിസ്റ്റത്തിന്റെ പരിമിതികൾ അവഗണിച്ച് പ്രാക്ടിക്കൽ അല്ലാത്ത സമയപരിധിക്കുള്ളിൽ ഫലങ്ങൾ നൽകാൻ അദ്ദേഹം ടീമുകളെ സമ്മർദ്ദത്തിലാക്കി. ഹോംസ് നിക്ഷേപകരുമായി സംസാരിക്കുമ്പോൾ ബൽവാനി പിന്നണിയിൽ നിന്ന് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് വിലയിരുത്തുന്നതിലും നിക്ഷേപം സമാഹരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ആരൊക്കെയായിരുന്നു തെറാനോസിലേക്ക് പണമൊഴുക്കിയത്? മാധ്യമ ചക്രവർത്തി റൂബർട്ട് മർഡോക്ക് നിക്ഷേപിച്ചത് $125 മില്യൺ. വാൾമാർട്ടിന്റെ സ്ഥാപകരായ വാൾട്ടൺ കുടുംബം $150 മില്യൺ നൽകി. ടെലികോം ടൈക്കൂണായ മെക്സിക്കൻ കോടീശ്വരൻ കാർലോസ് സ്ലിം $30 മില്യൺ നിക്ഷേപിച്ചു. മുൻ US സെക്രട്ടറി ബെറ്റ്സി ഡിവോസ് നിക്ഷേപിച്ചത് $100 മില്യൺ. ഒറാക്കിൾ സ്ഥാപകൻ ലാരി എല്ലിസൺ നിക്ഷേപിച്ചത് $10 മില്യൺ. ബ്രിട്ടീഷ് രാജകുടുംബാംഗവും കോക്സ് ഫാമിലിയും അടക്കം പേര് വെളിപ്പെടുത്താത്ത 100-ലേറെ വ്യക്തിഗത ഇൻവെസ്റ്റർമാരും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർമാരും തെറാനോസിലേക്ക് മില്യൺ കണക്കിന് ഡോളർ നൽകി. എല്ലാവരും എലിസബത്ത് ഹോംസിനെ വിശ്വസിച്ചു. ഇത് ഭാവിയുടെ മെഷീനാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ശതകോടിക്കണക്കിന് ഡോളർ ഈ സമ്പന്നരെല്ലാം ഒഴുക്കിയത്? ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് ഇവർ നേരിട്ട് കണ്ടിരുന്നു. ഇല്ലാത്ത മെഷീൻ കൊണ്ട് എങ്ങനെ രക്തപരിശോധന നടത്തി, എങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ട് നൽകി? അതാണ് എലിസബത്ത് ഹോംസ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വെച്ച് അവൾ പന്താടിയത് അവിടെയാണ്. ഒരു മെഷീൻ പോലെ എന്തോ ഒന്ന് എലിസബത്ത് ഹോംസ് ഉണ്ടാക്കിയിരുന്നു. ഏതാനും ഡിസ്പ്ലേകളും ക്യാബിനറ്റും മാത്രമുള്ള ഉള്ളു പൊള്ളയായ പെട്ടി. നിക്ഷേപകർക്ക് മുന്നിൽ തെറാനോസ് എഡിസൺ ഡിവൈസ് പ്രദർശിപ്പിക്കുമ്പോൾ ലാബ് ടെക്നീഷ്യന്മാർ അവരുടെ വിരലിൽ നിന്നും ഒരു തുള്ളി രക്തം ഫിംഗർ പ്രിക്ക് ചെയ്ത് ശേഖരിക്കും. ശേഷം ആ സാമ്പിൾ എഡിസൺ മെഷീനിൽ തന്നെ വെക്കുകയും
അതിഥികളെ ഉച്ചഭക്ഷണത്തിനോ ലാബ് സന്ദർശനത്തിനോ ആയി കൊണ്ടുപോവുകയും ചെയ്യും. അതിഥികൾ മുറി വിട്ടാലുടൻ ഒരു ടെക്നീഷ്യൻ രഹസ്യമായി മെഷീൻ തുറന്ന് സാമ്പിൾ പുറത്തെടുക്കും. ലാബിലെ ഒരു ഭാഗത്ത് സീമൻസിൻ്റെയും ബ്ലാക്ക്മാൻ കൂൾട്ടറിൻ്റെയും നിരവധി പരമ്പരാഗത രക്തപരിശോധനാ മെഷീനുകളുണ്ട്. യഥാർത്ഥ മെഷീനുകളിൽ നിന്നുള്ള ഫലങ്ങൾ വരുന്നതുവരെ കാത്താൽ മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ട് നൽകാനാവില്ലല്ലോ. അതിനായി തെറാനോസ് വലിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിരുന്നു. എടുത്ത രക്തത്തിൻ്റെ പ്രാഥമിക പരിശോധന മിനിറ്റുകൾക്കുള്ളിൽ നടത്തി ആ വിവരങ്ങൾക്ക് അനുയോജ്യമായ ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കും. അത് നിക്ഷേപകനായ അതിഥിക്ക് ഉടൻ നൽകും. റോബർട്ട് മർഡോക്കിനെയും ലാരി എല്ലിസണെയും കാർലോസ് സ്ലിമ്മിനെയും ഒരു മുൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയും എല്ലാമാണ് തെറാനോസും എലിസബത്ത് ഹോംസും എല്ലാം ഇങ്ങനെ പറ്റിച്ചത്. തുടർന്ന് തെറാനോസ് കാത്തിരുന്ന സുപ്രധാന നിമിഷമെത്തി. 2011 തുടക്കത്തിൽ എലിസബത്ത് ഹോംസ് ഫാർമസി ചെയിൻ ഭീമന്മാരായ വാൾഗ്രീൻസുമായി കൂടിക്കാഴ്ച നടത്തി. വാൾഗ്രീൻസിന് അക്കാലത്ത് അമേരിക്കയൊട്ടാകെ 7562 മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അവിടെയെല്ലാം തന്റെ തെറാനോസ് മെഷീൻ സ്ഥാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ രക്തപരിശോധന നടത്തുക എന്നതായിരുന്നു എലിസബത്തിന്റെ ലക്ഷ്യം. വാൾഗ്രീൻസ് എക്സിക്യൂട്ടീവുകളും കൺസൾട്ടന്റുകളും തങ്ങൾക്ക് ഈ മെഷീൻ പ്രവർത്തിച്ച് കാണണമെന്നാവശ്യപ്പെട്ടു. ആ സമയത്ത് ലാബിൽ എലിസബത്തിന്റെ മെഷീൻ പ്രോട്ടോടൈപ്പ് എങ്ങും എത്താതെ കിടക്കുകയാണ്. ഹോംസിന് പൊളിറ്റിക്സ് അറിയാം, ചോദ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാം. അവൾ മെഷീൻ ഡെമോ തന്ത്രപൂർവ്വം ഒഴിവാക്കി. തങ്ങളുടെ എതിരാളികളായ CVS ഫാർമസി തെറാനോസുമായി ആദ്യം കരാറിൽ ഒപ്പിടുമോ എന്ന ഭയം കാരണം വാൾഗ്രീൻസ് നേതൃത്വം തെറാനോസിനോട് വിട്ടുവീഴ്ച ചെയ്തു. ഈ കരാർ 2013 സെപ്റ്റംബറിലാണ് ഔദ്യോഗികമായി അനൗൺസ് ചെയ്തത്. കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലുള്ള വാൾഗ്രീൻസ് സ്റ്റോറിലാണ് തെറാനോസ് അവരുടെ ആദ്യത്തെ വെൽനസ് സെന്റർ ആരംഭിച്ചത്. ഈ പങ്കാളിത്തം പിന്നീട് അരിസോണയിലെ ഫീനിക്സ് മേഖലയിലുള്ള 41 ഏരിയകളിലെ 200-ലേറെ സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പിച്ചു. ഈ സമയത്ത് വാൾഗ്രീൻസ് ഏകദേശം $50 മില്യൺ തെറാനോസിൽ നിക്ഷേപിച്ചത്. ഈ സമയമായപ്പോഴേക്കും തെറാനോസ് എഡിസൺ മെഷീൻ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലും അത് പ്രവർത്തിച്ചില്ല. ഒരു തുള്ളി രക്തം മെഷീനിൽ വെച്ചാലും ഒന്നും സംഭവിക്കില്ല. 5 മിനിറ്റ് പ്രവർത്തിക്കുമ്പോഴേക്കും യന്ത്രം ചൂടാവും. വാൾഗ്രീൻസുമായുള്ള കരാർ യാഥാർത്ഥ്യമായി. ഇനി മെഷീനുകൾ വെച്ചേ പറ്റൂ. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റിൽ വിശ്വസിച്ചിരുന്ന എലിസബത്ത് വീണ്ടും പറഞ്ഞു, നമ്മൾ റിസൾട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യും. ഫാർമസികളിൽ വെച്ച് തന്നെ തത്സമയം ഫലം നൽകുമെന്ന് ഹോംസ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഭൂരിഭാഗം സാമ്പിളുകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കോ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അരിസോണയിലെ വാൾഗ്രീൻസ് വെൽനസ് സെന്ററുകളിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ വിമാനത്തിൽ കയറ്റി കാലിഫോർണിയയിലെ നെവാർക്കിലുള്ള തെറാനോസ് ലാബിലേക്ക് എത്തിക്കും. സെൻട്രൽ ലാബിലെ സീമൻസ് മെഷീനുകളിൽ പരിശോധിക്കുമ്പോൾ ഫലം ലഭിക്കാൻ 24 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുത്തിരുന്നു. കോസ്റ്റ് അല്ലെങ്കിൽ ലാബ് കോർപ്പ് പോലുള്ള ലാബ് എതിരാളികൾ നൽകുന്ന അതേ സമയപരിധിയാണിത്. ഇത് റിയൽ ടൈം ആണെന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ട് തെറാനോസ് ഉപഭോക്താക്കളെ ആകർഷിച്ചു. വാൾഗ്രീൻസിലെ സാധാരണ ഉപഭോക്താക്കൾക്ക് ഇൻസ്റ്റന്റ് ഫലം ലഭിച്ചിരുന്നില്ല. അവർക്ക് ഒരു ദിവസം കഴിഞ്ഞാണ് ഇമെയിൽ വഴിയോ ആപ്പ് വഴിയോ ഫലം അയച്ചിരുന്നത്. ഒരു വിപ്ലവകരമായ സാങ്കേതിക വിദ്യ എന്തുകൊണ്ടാണ് സാധാരണ പരിശോധനകളുടെ സമയമെടുക്കുന്നത് എന്ന് ഭൂരിഭാഗം ആളുകളും ചോദിക്കില്ലെന്ന വിശ്വാസത്തിലാണ് തെറാനോസ് പ്രവർത്തിച്ചിരുന്നത്. ചില പരിശോധനകൾ തേർഡ് പാർട്ടി മെഷീനുകളിൽ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രക്തത്തിന്റെ അളവ് കൂട്ടാനായി വിരലിൽ നിന്നെടുത്ത ചെറിയ സാമ്പിളിൽ സലൈൻ കലർത്തി നേർപ്പിക്കുമായിരുന്നു. ഇത് പരിശോധനയുടെ വേഗത കൂട്ടിയില്ല എന്ന് മാത്രമല്ല, ഫലം തെറ്റാനും കാരണമായി. സാമ്പിൾ വളരെ ചെറുതായിരുന്നതിനാലും വലിയ തോതിൽ നേർപ്പിച്ചിരുന്നതിനാലും മെഷീനുകൾ മിക്കപ്പോഴും എറർ മെസ്സേജുകൾ കാണിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് ഓരോ തുള്ളി രക്തത്തിലും ഉണ്ടായിരുന്നത്. തൈറോയിഡ് പരിശോധനയ്ക്ക് വന്നവർ, വൈറസ് ബാധ സ്ഥിരീകരണത്തിനെത്തിയവർ, ജീവിതശൈലീ രോഗങ്ങളാൽ വലയുന്നവർ, എല്ലാവർക്കും തെറാനോസ് നൽകിയത് തെറ്റായ മാനിപ്പുലേറ്റഡായ ഡാറ്റയായിരുന്നു. എലിസബത്ത് ഹോംസും സണ്ണി ബൽവാനിയും അതൊന്നും ഗൗനിക്കുന്നുണ്ടായിരുന്നില്ല. കമ്പനിയുടെ വാല്യുവേഷനിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ. ഈ തട്ടിപ്പുകളെല്ലാം നടക്കുമ്പോഴും തെറാനോസിന്റെ മൂല്യം $9 ബില്യൺ ഉയർന്നിരുന്നു. എലിസബത്ത് ഹോംസിന്റെ വ്യക്തിഗത ആസ്തി $4.5 ബില്യൺ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ഫീമെയിൽ ബില്യണയർ. എലിസബത്ത് ഹോംസ് ഫോബ്സ് മാഗസിന്റെ മുഖചിത്രമായി. 30 വയസ്സ് മാത്രമുള്ള എലിസബത്ത് ഹോംസ് ലോകത്തിലെ ഏറ്റവും സ്വാധീനശക്തിയുള്ള സ്ത്രീയായി. സത്യമന്വേഷിക്കുന്ന ചിലരും അമേരിക്കയിലുണ്ട്. വാൾഗ്രീൻസിന്റെ വെൽനസ് സെന്ററുകളിൽ സംഭവിക്കുന്ന തെറാനോസ് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടുകളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചു. 2015 ഒക്ടോബർ 15 വാൾസ്ട്രീറ്റ് ജേണലിൽ ജോൺ കരിയുവിന്റെ തെറാനോസിനെക്കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവന്നു. ഹോട്ട് സ്റ്റാർട്ടപ്പ് തെറാനോസ് ഹാസ് സ്ട്രഗിൾഡ് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ടെസ്റ്റ് ടെക്നോളജി എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. തെറാനോസ് അവരുടെ സ്വന്തം ഉപകരണമായ എഡിസണിന് പകരം സീമെൻസിനെ പോലുള്ള കമ്പനികളുടെ സാധാരണ മെഷീനുകളാണ് രഹസ്യമായി ഉപയോഗിക്കുന്നതെന്ന് ജോണിന്റെ റിപ്പോർട്ട് തുറന്നുകാട്ടി. തെറാനോസിലെ മുൻ ജീവനക്കാരനായിരുന്ന ടൈലർ ഷൂൾസ് ആയിരുന്നു വാർത്തയുടെ പിന്നിലെ വിസിൽ ബ്ലോവർ. ആദ്യം അതൊരു സാധാരണ വാർത്ത പോലെയാണ് തോന്നിച്ചത്. ഒരു പ്രൊഫൈൽ സ്റ്റോറി, ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണം.
പക്ഷേ എന്തോ ഒന്ന് ശരിയല്ലെന്ന് ലോകത്തിന് ആദ്യമായി തോന്നലുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ ജോൺ കരിയോ വാർത്തയുടെ ഫോളോ അപ്പുകൾ നൽകി. കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ഉപകരണമായ എഡിസൺ മെഷീൻ പ്രവർത്തിക്കുന്നില്ലെന്ന് കരിയോ കണ്ടെത്തി. വിശ്വസനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്നല്ല, അതിന്റെ ലക്ഷ്യത്തിനടുത്തെങ്ങുമില്ലെന്ന്. ടെറാനോസ് ലാബുകൾക്കുള്ളിൽ ടെക്നീഷ്യന്മാർ കഷ്ടപ്പെടുകയായിരുന്നു. ഫലങ്ങൾ ഓരോ തവണയും വ്യത്യസ്തമാണ്. മെഷീനുകൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഡാറ്റകൾ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. വാർത്തകൾ പുറത്തു വന്നതോടെ എലിസബത്ത് ഹോംസ് തന്റെ ലാബുകളിലേക്ക് പാഞ്ഞെത്തി. എഞ്ചിനീയർമാരെ ഫയർ ചെയ്തു. നിരവധി പേരെ അതേ ദിവസം ലാബിൽ നിന്ന് ഇറക്കിവിട്ടു. PR വർക്ക് കൂടുതൽ ശക്തമാക്കി. എലിസബത്ത് ഹോംസ് ഒളിച്ചോടിയില്ല. അവൾ തെറ്റ് സമ്മതിച്ചില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ വെച്ചാണ് താൻ കളിക്കുന്നത് എന്ന് സമ്മതിച്ചില്ല. പകരം അവൾ പ്രത്യാക്രമണം നടത്തി TV-യിൽ പ്രത്യക്ഷപ്പെട്ടു. ശാന്തയായി, ആത്മവിശ്വാസത്തോടെ. തളരാതെ തന്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അവളെല്ലാം നിഷേധിച്ചു. വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. തെറാനോസ് ആക്രമിക്കപ്പെടുകയാണെന്ന് അവകാശപ്പെട്ടു. അതുകൊണ്ടെല്ലാം ആയില്ലല്ലോ. തെറാനോസിനുള്ളിൽ എല്ലാം തകർന്നുകൊണ്ടിരുന്നു. മികച്ച എഞ്ചിനീയർമാരും ബാക്ക് ടെക്നോളജി വിദഗ്ധരും കമ്പനി വിട്ടു. 2016 ജോൺ കരിയുവിന്റെ സ്ഫോടനാത്മകമായ റിപ്പോർട്ടിങ്ങിന് ശേഷം റെഗുലേറ്റർമാർക്ക് തെറാനോസിനുള്ളിൽ നടക്കുന്നത് അവഗണിക്കാൻ സാധിച്ചില്ല. സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് എന്ന CMS കമ്പനികളുടെ ലാബുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. എക്യുപ്മെന്റ് ഫെയിലിയേഴ്സ്, ഇന്നാക്യുറേറ്റ് റിസൾട്ട്സ്, നിർണായകമായ ടെസ്റ്റുകൾ നടത്തുന്ന മതിയായ യോഗ്യതയില്ലാത്ത ജീവനക്കാർ. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ആ വിപ്ലവകരമായ സാങ്കേതികവിദ്യ പ്രായോഗികമായി പ്രവർത്തിക്കുന്നതേയില്ല. അതൊന്ന് ആലോചിച്ചു നോക്കൂ. ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും വിശ്വസനീയമായി ചെയ്യാൻ കഴിഞ്ഞില്ല. വൈകാതെ തെറാനോസിന് ലോകത്തെ വിറങ്ങലിപ്പിച്ച പ്രഖ്യാപനം നടത്തേണ്ടി വന്നു. തങ്ങൾ നടത്തിയ 40 ലക്ഷം ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടുകൾ തെറ്റാണെന്നും അത് ക്യാൻസൽ ചെയ്യുന്നുവെന്നും അവർ സമ്മതിച്ചു. ദശലക്ഷക്കണക്കിന് റിസൾട്ടുകൾ. അതിനർത്ഥം യഥാർത്ഥ മനുഷ്യർ, സ്ത്രീകൾ, അമ്മമാർ, രോഗികൾ, ആയുസിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ആ റിസൾട്ടുകളെ വിശ്വസിച്ചവർ. തെറാനോസ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ റിസൾട്ടുകൾ തെറ്റാണ്. 2016 തന്നെ റെഗുലേറ്റർമാർ എലിസബത്ത് ഹോംസിന് 2 വർഷത്തേക്ക് ലബോറട്ടറികൾ പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തി. ഹെൽത്ത് കെയർ രംഗത്തെ വിഷണറിയായി സ്വന്തം വ്യക്തിത്വം കെട്ടിപ്പടുത്ത ഒരു സ്ത്രീക്ക് അതൊരു കടുത്ത അപമാനമാണ്. പിന്നീടെല്ലാം വേഗത്തിൽ തകരാൻ തുടങ്ങി. തെറാനോസിന്റെ ഏറ്റവും വലിയ പാർട്ണറായിരുന്ന വാൾഗ്രീൻസ് അവരുടെ വെൽനസ് സെന്ററുകളെല്ലാം പൂട്ടി. തെറാനോസിനെതിരെ കേസ് കൊടുത്തു. ഒരിക്കൽ ഹോംസിനെ ആരാധിച്ച ഇൻവെസ്റ്റർമാർക്ക് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലായി. കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ജീവനക്കാർ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. 2018 ആയപ്പോഴേക്കും കമ്പനി വെറുമൊരു നിഴൽ മാത്രമായി മാറി. പ്രവർത്തിക്കുന്ന സാങ്കേതികവിദ്യയില്ല, പാർട്ണർഷിപ്പുകളില്ല. ഒടുവിൽ തെറാനോസ് ഔദ്യോഗികമായി പൂട്ടി. 1 വർഷം മുമ്പ് 80,000 കോടി രൂപ മൂല്യമുണ്ടായിരുന്ന കമ്പനിക്ക് 10 പൈസ വിലയില്ലാതായി. തെറാനോസ് പൂട്ടിയതോടെ കഥ അവസാനിച്ചില്ല. നിയമ നടപടികൾ പിന്നാലെ എത്തി. 2018 US ഗവൺമെന്റ് ഹോംസിനെതിരെ വയർ ഫ്രോഡ്, ഗൂഢാലോചന, സാധാരണ മനുഷ്യരുടെ ജീവിതം അപകടത്തിലാക്കൽ തുടങ്ങി 10ലേറെ മേജർ കുറ്റങ്ങൾ ചേർത്തി കുറ്റപത്രം തയ്യാറാക്കി. എലിസബത്ത് ഹോംസിന്റെ വിചാരണ ആരംഭിച്ചു. 25 വർഷം വരെ എലിസബത്ത് ഹോംസിന് ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ശിക്ഷ കുറയ്ക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ഗർഭിണിയാവുക. തെറാനോസ് കേസിന്റെ വിചാരണകൾക്കിടയിലാണ് എലിസബത്ത് ഹോംസ് വ്യക്തിജീവിതത്തിൽ പുതിയ അധ്യായം തുടങ്ങിയത്. സണ്ണി രമേശ് ബൽവാനിയുമായുള്ള ദീർഘകാലത്തെ പ്രണയബന്ധം തകർന്നതിന് ശേഷമാണ് അവർ തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവായ ബില്ലി ഇവാൻസിനെ പരിചയപ്പെടുന്നത്. വില്യം ബില്ലി ഇവാൻസ് കാലിഫോർണിയയിലെ സാന്റാ ബാർബറയിലെ ഇവാൻസ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ അവകാശിയാണ്. 2017 ഒരു ചാരിറ്റി പരിപാടിക്കിടെയാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടുന്നത്. തെറാനോസിനെതിരെയുള്ള അന്വേഷണം ശക്തമാവുകയും ഹോംസ് വലിയ നിയമപ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്ന സമയമായിരുന്നു. 2019 വളരെ രഹസ്യമായി നടന്ന ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം. ഹോംസിന്റെ വിചാരണാവേളയിൽ ബില്ലി ഇവാൻസ് നിരന്തരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശിക്ഷ കുറയ്ക്കാൻ എലിസബത്ത് ഗർഭിണിയായി. ആദ്യത്തെ മകൻ വില്യം 2021 ജനിച്ചത്. ഇതോടെ വിചാരണ നീണ്ടു. ശിക്ഷാവിധിയിൽ ഇളവ് ലഭിക്കുന്നതിനായി ഹോംസ് തന്റെ മാതൃത്വം ഉപയോഗിക്കുന്നുവെന്ന് പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു. എന്നാൽ കുട്ടികളോടുള്ള ഹോംസിന്റെ കരുതൽ ശിക്ഷയിൽ ഇളവ് നൽകാൻ കാരണമാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്വന്തം മാതൃത്വം പോലും നേട്ടത്തിനുപയോഗിച്ച എലിസബത്ത് ഹോംസിനെ ആരാധകരായ സ്ത്രീകളും കൈയൊഴിഞ്ഞത് അതോടെയാണ്. 2022 ജനുവരിയിൽ വിധി വന്നു. ഹോംസ് എല്ലാം നിഷേധിച്ചിരുന്നു. എല്ലാത്തിനും കാരണക്കാരൻ സണ്ണി ബൽവാനിയാണെന്ന് ആരോപിച്ചു. എന്നിട്ടും 4 കൗണ്ട് തട്ടിപ്പുകളിൽ ഹോംസ് കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. 2022 നവംബറിലായിരുന്നു ശിക്ഷാവിധി. ഒരു കാലത്ത് സ്ത്രീകളെ പ്രചോദിപ്പിച്ച ലേഡി സ്റ്റീവ് ജോബ്സിന് ഫെഡറൽ ജയിലിൽ 11 വർഷവും 3 മാസവും തടവ് ശിക്ഷ. അംബിഷൻ വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റിക്ക് പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് ജൂറി ആമുഖമായി പറഞ്ഞു. കരിസ്മയ്ക്ക് സത്യത്തിന് പകരമാകാൻ കഴിയില്ല. സ്റ്റോറി ടെല്ലിങ്ങിന് ശാസ്ത്രത്തിന് പകരമാകാൻ കഴിയില്ല, കോടതി പറഞ്ഞു. നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് $, നഷ്ടപരിഹാരമായി നൽകാനും ഹോംസിനോട് ഉത്തരവിട്ടു.
എലിസബത്ത് ഹോംസ് ജയിലിലേക്ക് പോയത് വെറും കുറ്റവാളിയായ ഫൗണ്ടർ എന്ന നിലയിൽ മാത്രമല്ല, അവൾ 2 ചെറിയ കുട്ടികളുടെ അമ്മ കൂടിയായിരുന്നു. 2023 മെയ് മാസത്തിൽ എലിസബത്ത് ഹോംസ് ജയിലിൽ ഹാജരായി. നാടകീയമായ രക്ഷപ്പെടലുകളില്ല, അവസാന നിമിഷത്തെ വിധി മാറ്റങ്ങളില്ല, തികച്ചും വ്യത്യസ്തമായ ജീവിതത്തിലേക്കുള്ള ശാന്തവും നിയന്ത്രിതവുമായ പ്രവേശനം. ടെക്സസിലെ ഫെഡറൽ പ്രിസൺ ക്യാമ്പ് ബ്രയാനിലാണ് എലിസബത്ത് ഹോംസ് ഇപ്പോഴും. ശിക്ഷ തീരുന്നത് 2033 ജൂലൈയിലാണ്. അതിനിനിയും 7 വർഷം കൂടി കഴിയണം. അതായിരുന്നു എലിസബത്ത് ഹോംസ്. ഇതാണ് അവർ ലോകത്തോട് ചെയ്തത്. ജയിലിലാണ് അവരിപ്പോഴുള്ളത്. ഇനി അവർ എങ്ങനെയാണ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്? ടെക്സസ് ടെക് കോറിഡോറിൽ ജയിൽ വളപ്പിൽ നിന്ന് പുതിയൊരു സംരംഭം ഉയർന്നു വന്നിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ രക്തപുഷ്പം എന്നർത്ഥം വരുന്ന ഹിമാന്തസ്. കമ്പനിയുടെ CEO എലിസബത്ത് ഹോംസിന്റെ ഭർത്താവായ ബില്ലി ഇവാൻസ് ആണ്. രക്തപരിശോധന വേഗത്തിലാക്കുകയാണ് ഹിമാന്തസ് എന്ന പുതിയ കമ്പനിയുടെ ലക്ഷ്യവും. വെഞ്ചർ ക്യാപിറ്റൽ ലോകത്തുള്ള പലർക്കും ഈ വാർത്തകൾ ഒരു രജാവ് പോലെയാണ് തോന്നിയത്. NPR, ന്യൂയോർക്ക് ടൈംസ് എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രക്തം, ഉമിനീർ, യൂറിൻ തുടങ്ങിയ ബയോളജിക്കൽ ഫ്ലൂയിഡുകൾ പരിശോധിക്കാൻ നൂതനമായ ലൈറ്റ് ഡിറ്റക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു AI പവേർഡ് പ്ലാറ്റ്ഫോമാണ് ഹിമാന്തസ്. ആദ്യ നോട്ടത്തിൽ തന്നെ തെറാനോസുമായുള്ള സാമ്യം ആരെയും അമ്പരപ്പിക്കും. കുറഞ്ഞ അളവിലുള്ള സാമ്പിളുകൾ ഉപയോഗിച്ച് അഭൂതപൂർവമായ കൃത്യതയോടെ രോഗം കണ്ടെത്തുമെന്ന് ഹിമാന്തസ് വാഗ്ദാനം ചെയ്യുന്നു. തെറാനോസിനെ പോലെ, പഴയ കുപ്രസിദ്ധമായ തെറാനോസ് എഡിസൺ മെഷീനുകളെ പോലെ തന്നെ ഹിമാന്തസിന്റെ പ്രോട്ടോടൈപ്പിനും ഒരു ടോസ്റ്ററിന്റെ വലിപ്പമാണുള്ളത്. കമ്പനി ഈ താരതമ്യങ്ങളെ ശക്തമായി എതിർത്തു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെമിക്കൽ അസേകളെ ചെറുതാക്കാനാണ് തെറാനോസ് ശ്രമിച്ചതെന്നും പുതിയ കമ്പനി ഹിമാന്തസ് ഭൗതിക ശാസ്ത്രത്തിലെ തീർത്തും വ്യത്യസ്തമായ മേഖലയായ ഫോട്ടോണിക്സ് ആണ് ഉപയോഗിക്കുന്നതെന്നും കമ്പനി വാദിക്കുന്നു. ഹിമാന്തസിന്റെ സാങ്കേതിക വിദ്യയുടെ കാതൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ CV രാമൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അടിസ്ഥാനം. കഴിഞ്ഞ ജനുവരിയിൽ പേറ്റന്റ് ലഭിച്ച ഈ സാങ്കേതികവിദ്യ ബയോളജിക്കൽ സാമ്പിളുകളിൽ ലേസർ പതിപ്പിക്കുമ്പോൾ പ്രകാശം എങ്ങനെ ചിതറുന്നുവെന്നാണ് അളക്കുന്നത്. ഓരോ തന്മാത്രയ്ക്കും പ്രകാശവുമായി ഇടപഴകുമ്പോൾ വേറിട്ട ഒരു ഫിംഗർ പ്രിന്റ് ഉള്ളതിനാൽ രോഗിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ വായിക്കാൻ തങ്ങളുടെ AIക്ക് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഹോംസ് പരീക്ഷിച്ച പഴയ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി രാമൻ സ്പെക്ട്രോസ്കോപ്പി ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. നിലവിൽ അത്യാധുനിക ലാബുകളിൽ ALS പോലുള്ള രോഗങ്ങൾ തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. നിലവിലുള്ള ടെസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത പാറ്റേണുകൾ ഞങ്ങൾ കാണുന്നു, കമ്പനി അവകാശപ്പെടുന്നു. ബില്ലി ഇവാൻസ് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ളതല്ല, എലിസബത്ത് ഹോംസിന്റെ ഇടപെടലിനെ കുറിച്ചാണ്. 2033 ജൂലൈയിൽ ശിക്ഷാ കാലാവധി കഴിയുന്ന ഹോംസ് ജയിലിനുള്ളിലിരുന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായി പേറ്റന്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. താൻ പുറത്തിറങ്ങിയാൽ വീണ്ടും ബയോടെക് മേഖലയിലേക്ക് തിരിച്ചുവരുമെന്ന് അവർ മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഹിമാന്തസ് യഥാർത്ഥത്തിൽ ഹോംസിന്റെ 2ാം വരവാണ്, അതിൽ സംശയമില്ല. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ 2018 ഉത്തരവ് പ്രകാരം ഹോംസിന് പബ്ലിക് കമ്പനികളിൽ എക്സിക്യൂട്ടീവ് ആകുന്നതിന് വിലക്കുണ്ട്. എന്നാൽ ഹിമാന്തസ് ഒരു പ്രൈവറ്റ് കമ്പനി ആയതിനാൽ ഇതിൽ നിയമപരമായ അവ്യക്തതയുമുണ്ട്. ഹോംസ് ജയിലിനുള്ളിലിരുന്ന് അനൗദ്യോഗികമായ ഉപദേശങ്ങൾ നൽകിയാലും അത് സാങ്കേതികമായി നിയമലംഘനമാകില്ലെങ്കിലും നിക്ഷേപകരുടെ വിശ്വാസം തകർക്കാൻ അത് മതിയാകും. MIT ബിരുദധാരിയായ ബില്ലി ഇവാൻസ് മുൻപ് ലൂമിനാർ എന്ന കമ്പനിയിൽ പ്രവർത്തിച്ച പരിചയമുള്ളയാളാണ്. ഹിമാന്തസിനെ സ്റ്റെൽത്ത് മോഡിൽ രഹസ്യമായി നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ എലിസബത്ത് ഹോംസിന്റെ പങ്കാളി എന്ന നിലയിൽ അത് അസാധ്യവുമാണ്. സമാഹരിക്കുന്ന ഓരോ ഡോളറും ഫയൽ ചെയ്യുന്ന ഓരോ പേറ്റന്റും വലിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നു. ഇതിലേക്കും പണമൊഴുകുന്നുണ്ട്. ഡെൽ ടെക്നോളജീസിന്റെ സ്ഥാപകനായ മൈക്കിൾ ഡെൽ, ബ്രയാർ ക്യാപിറ്റലിലെ ജിം ബ്രയാർ, കാലിമാക്സോ ഉടമ മാത്യു പെർക്ഹേഴ്സ്റ്റ് തുടങ്ങി നിരവധി നിക്ഷേപകർ. അവർക്കിപ്പോഴും ഹോംസിന് വിശ്വാസമാണ് എന്നതാണ് ഊഹക്കച്ചവടത്തിലെ പണത്തിന്റെ കളി.